ഇത് പൾസ് ഓക്സിമീറ്റർ. നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ്റെ ലെവലും പിന്നെ പൾസ് റേറ്റും അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. ഇത് വിരൽത്തുമ്പിൽ വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഈ കോവിഡ് പേഷ്യൻസിന് ഇത് കയ്യിൽ വയ്ക്കുന്നത് അത്യാവശ്യമാണ്. 23-ാം വാർഡിൽ കോവിഡ് പേഷ്യൻസിന് നമ്മുടെ RRT ടീം ഈ പൾസ് ഓക്സിമീറ്റർ എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം ഒന്ന് വിവരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇതിന് ഒരു പവർ ബട്ടണാണുള്ളത്. ഫസ്റ്റ് നമ്മൾ റീഡിങ് ചെയ്യുന്നതിന് മുന്നേ ഈ പവർ ബട്ടൺ ഓൺ ചെയ്യണം. ഓക്കെ, ഇങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ തെളിയുമ്പോൾ നമ്മുടെ വിരൽ ഇവിടെ അമർത്തിയിട്ട് വിരലതിൽ വെക്കണം. ഓക്കെ, ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇത് റീഡിങ് ഇപ്പോൾ തെളിയും. ഇതിൽ ഫസ്റ്റ് ഈ SpO2 എന്ന് കാണിക്കുന്ന അവിടെ 99 കാണിക്കുന്നുണ്ടല്ലോ, അതാണ് നമ്മളെ ഓക്സിജൻ സാച്ചുറേഷൻ. ഓക്സിജൻ എത്രത്തോളം ഉണ്ട് എന്നറിയുന്നതാണ് ഓക്സിജൻ സാച്ചുറേഷൻ. ദെൻ ഈ 92 എന്ന് കാണിക്കുന്നത് പൾസ് റേറ്റ് ആണ്, അതായത് ഹൃദയമിടിപ്പ്. ഇത് 2 റീഡിംഗ് ആണ് ഉള്ളത്. ഇനി ഒരു നോർമൽ പേഷ്യൻറ്റിന് 92, 98 ആ റേഞ്ചിലുണ്ടാവും. ഇനി ഒരു കോവിഡ് പേഷ്യൻറ്റിന് അത് ഒരു സിംറ്റംസ് ഒന്നും ഇല്ലാത്തൊരു പേഷ്യൻറ്റിന് 95 എബോവ് ആണ് സാധാരണ കാണുന്നത്. 95 വരെ ഓക്സിജൻ സാച്ചുറേഷൻ കുറയാം. പക്ഷേ ഒരു TB പേഷ്യൻ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ള ഒരു പേഷ്യൻറ്റിന് ഇത് 93 വരെ എത്താം. പിന്നെ 90-ൽ നിന്നും 90-ൽ നിന്നും താഴുമ്പോഴാണ് നമുക്കത് ഓക്സിജൻ സപ്പോർട്ട് ആവശ്യമായിട്ടുള്ളത്. അതായത് പേഷ്യൻറ്റിന് 90-ൽ താഴെ SpO2 റീഡിങ് കാണിക്കുകയാണെങ്കിൽ അയാൾക്ക് ഓക്സിജൻ സപ്പോർട്ട് ആവശ്യമാണ്. പെട്ടെന്ന് തന്നെ RRT ടീമിനെ അറിയിച്ച് നമ്മൾ ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ട് അതിന് ഓക്സിജൻ സപ്പോർട്ട് കൊടുക്കാൻ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഇത്ര മാത്രമേ ഉള്ളൂ പൾസ് ഓക്സിമീറ്ററിൻ്റെ റീഡിംഗ് നോക്കുന്നത്. ദെൻ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യേണ്ട. ഫിംഗറിൽ നിന്നും റിമൂവ് ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ താൻ ഓഫ് ചെയ്യും.